ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വൈറലായിട്ടുള്ള ഇഫ ചിക്കനാണ് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കിലോ ചിക്കൻ 4 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം മസാല നന്നായിട്ട് പിടിക്കാനായിട്ട് അത് നന്നായിട്ട് ഇടിച്ച് പരത്തിയിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് അതിലേക്കുള്ള മസാലക്കൂട്ടാണ്. അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, തൈര്, ചെറുനാരങ്ങയുടെ നീര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം ഒരു കൈക്കണക്കിനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ മസാലക്കൂട്ട് നേരത്തെ സെറ്റാക്കി വെച്ച ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട്. മസാല ഒരുപാട് ലൂസായി പോവാനും പാടില്ല. ചിക്കനിലേക്ക് മസാല നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞങ്ങൾ 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചത്. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ മസാലയായിട്ട് നന്നായിട്ട് സെറ്റാവും. അങ്ങനെ ചിക്കൻ ഒരു ഭാഗത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി ചിക്കനൊപ്പം കോമ്പിനേഷനായിട്ട് ഞങ്ങൾ ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് വെള്ളം വെച്ചു. ആ സമയത്ത് മൈദപ്പൊടിയൊക്കെ സെറ്റാക്കി. മൈദ കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കോഴിമുട്ടയും മൈദയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ തിളച്ച വെള്ളം അതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ ചെറുതായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഓരോ പലഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഇത് സേവ സമൂസയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ സമൂസ ഷേപ്പിലുള്ള ഒരുപാട് ലേസുകളുണ്ട്. നല്ല എരിവായിട്ടുള്ള നല്ല മസാലയായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ ഒന്നുകൂടി ഇഫ ചിക്കൻ്റെ റെസിപ്പി നോക്കുമ്പോഴാണ് ഒരു അബദ്ധം പറ്റിയത് മനസ്സിലായത്. കാരണം ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം വേണമായിരുന്നു. ഫ്രഷ് ക്രീം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ഹോസ്റ്റൽ മെയ്ഡ് ഫ്രഷ് ക്രീം അങ്ങോട്ട് തയ്യാറാക്കി. അതിനായിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴാണ് മനസ്സിലായത് പാലല്ല ആദ്യം തിളപ്പിക്കേണ്ടത്, പാലും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ പിന്നെ കോൺഫ്ലവറും പാലും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. കട്ട കെട്ടാതെ ഇളക്കി വെച്ചതിന് ശേഷം തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുത്തു. അങ്ങനെ ഞങ്ങളുടെ വേർഷൻ ഓഫ് ഫ്രഷ് ക്രീം തയ്യാറാക്കി. പിന്നെ മെയിനായിട്ട് ഇഫ ചിക്കൻ്റെ സോസാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ റൂമിൽ മിക്സി ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെസ്സിൽ പോയിട്ടാണ് അത് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് നേരത്തെ തയ്യാറാക്കിയ ഫ്രഷ് ക്രീമിലേക്ക് 3 കോഴിമുട്ടയുടെ വെള്ളയും 2-3 വെളുത്തുള്ളിയും വിനാഗിരിയും ചീസും ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്രീം സെറ്റായി. ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞങ്ങൾ കൂടുതൽ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചീസ് കുറച്ച് സാൾട്ടി ആയതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവ് അതിൽ നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വിശക്കുമ്പോൾ അവിലും ശർക്കരയൊക്കെ കഴിക്കുന്നുണ്ട്. ഈ ശർക്കര ഇവിടെ ഇതുപോലെ ഉണ്ടയായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ നാട്ടിൽ കിട്ടുന്നത് പോലെ ചെറിയ ചെറിയ ആണികളായിട്ട് കിട്ടില്ല. ഇതുപോലെ വലിയ കട്ടയായിട്ടാണ് കിട്ടുക. അതുപോലെ തന്നെ ഓറഞ്ച് കളറും ഉണ്ട് ഇതുപോലെ ശർക്കര. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചും കഥകളൊക്കെ പറഞ്ഞുമാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ചപ്പാത്തി നന്നായിട്ട് ഇടിക്കുന്നതാണ്. പിന്നെ ആളൊരു ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ അഖിലയാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. ജാസിനെയും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഖിലേനെ. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചപ്പാത്തി ചുട്ടതിന് ശേഷം ചപ്പാത്തി പാത്രത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇഫ ചിക്കനും ഉണ്ടാക്കിയത്. 2-3 റൗണ്ടായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. അത്യാവശ്യം വലിയ പീസായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഓരോ റൗണ്ട് ഫ്രൈ ചെയ്യുമ്പോഴും ഞങ്ങൾ നന്നായിട്ട് ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം മാസ്കൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ മുറിക്ക് പുറത്ത് നിന്നാണ് ഇത് വേവുന്നവരെ കാത്തിരുന്നത്.
അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റായി എടുത്തു. ഇനി സോസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം വേറൊരു പാത്രത്തിലേക്ക് സെറ്റാക്കി വെച്ചു. സോസ് ഒഴിക്കാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ കഴിക്കുന്നുമുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാണ്. എനിക്കൊഴിച്ച് ബാക്കി 3 പേർക്കും സോസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ സോസ് എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഞങ്ങൾ പിന്നെ ആ സോസിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് പെപ്പർ പൗഡറും പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് മല്ലിയിലയും കൂടി ഗാർണിഷിനായിട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും ചേർത്ത് നന്നായിട്ട് അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇഫാ ചിക്കൻ തയ്യാറായി. പിന്നെ പാത്രം കഴുകാൻ മടി ആയതുകൊണ്ട് തന്നെ വാഴയിലയിലാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ചപ്പാത്തിയും ഇഫാ ചിക്കനും കൂട്ടി ഞങ്ങളുടെ രാത്രിയത്തെ ഡിന്നർ അങ്ങനെ ഫിനിഷ് ചെയ്തു. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.